കപ്പ ചിപ്സ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? കഴിച്ചു തുടങ്ങിയാലോ, കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നണ ഒരു ചിപ്സാണ്. പാക്കറ്റ് തീർന്നു പോകണം അറിയില്ല അല്ലേ. ഞാനിവിടെ 1 കിലോയിൽ കൂടുതലായിട്ട് കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. കപ്പ മരച്ചീനി എന്നും പറയും, അതുപോലെ കൊള്ളി. ഞങ്ങളിവിടെ കപ്പ എന്നാട്ടോ പറയാറ്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ പോണ ഇടം വരെ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതിന് ശേഷം ഒരു ടവലിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഈർപ്പം പോകാനായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ തെറിച്ചു പോവും, പൊട്ടിത്തെറിക്കണ പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ മുറിച്ചെടുക്കാം. ഇതിലൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എല്ലാം ഒരുപോലെ വലുപ്പത്തിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എണ്ണയിലിടുന്ന സമയത്ത് എന്നാലേ നല്ല ഈവണായിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ ചിപ്സ് സ്ലൈസ് ചെയ്യണ സ്ലൈസർ ഉണ്ടെങ്കിൽ അതിലും സ്ലൈസ് ചെയ്തെടുക്കാം. അതുപോലെ 2-3 രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. ഇത് എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ടും സ്ലൈസ് ചെയ്ത് ഇടാൻ പറ്റും. കണ്ടോ, ഒരേപോലെ വലുപ്പത്തിലാണ് ഉള്ളത്. എല്ലാ ചിപ്സും ഞാൻ ഈ ഒരു പ്രോസസ്സറിൽ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തെടുക്കാറ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഓരോ പീസും വളരെ റൗണ്ടായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഓരോ ബാച്ചായിട്ട് വറുത്തെടുക്കാനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതുപോലെ ചിപ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എല്ലായിടത്തും ഒരുപോലെ ഫ്രൈ ആയി കിട്ടണം. ഒരു 1/4 ഫ്രൈ ആവണ സമയത്ത് ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് തെളിച്ച് കൊടുക്കുകയാണ്. ചിപ്സ് ഫ്രൈ ചെയ്ത ശേഷം ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണേക്കാട്ടിലും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഈ രീതിയിൽ ചെയ്യുമ്പോഴാട്ടോ. അപ്പോൾ ബബിൾസൊക്കെ നന്നായി അടങ്ങിയ ശേഷം കോരി മാറ്റാം. ഇങ്ങനെ നമുക്ക് ഓരോ ബാച്ചായിട്ട് വറുത്തെടുക്കാം. ഇനി ഞാൻ വളരെ കുറച്ച് പോർഷനെ മുളക് പൊടി ഇട്ട് ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് കഴിക്കണ സമയത്ത് ഈ വായയുടെ ചുറ്റും ഉണ്ടല്ലോ ഇങ്ങനെ എരിവ് നിൽക്കണത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് ചെയ്തു. ബാക്കിയെല്ലാം വെറും ഉപ്പ് മാത്രമാണ് കേട്ടോ ചെയ്തെടുക്കണത്. അപ്പോൾ ഇതുപോലെ ഓൾറെഡി ഉപ്പിട്ടത് കൊണ്ട് മുളക് പൊടി മാത്രമേ ഇപ്പോൾ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാട്ട് മസാല ചേർക്കാം, പെപ്പർ പൗഡർ ചേർക്കാം. നല്ല ടേസ്റ്റാണ്. നല്ല മുരുമുരാന്നുണ്ട് നമ്മുടെ ഈ കപ്പ ചിപ്സ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ സ്നാക്സിന് ടെൻഷൻ അടിക്കുകയേ വേണ്ട കേട്ടോ.